മുഴുവൻ ജനതയ്ക്കും ഇടതിനോടും വലതിനോടും മതിയായി എന്ന് പറയാനുള്ള സമയമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയം. 70 വർഷം ഭരിച്ച ഇടതും മതിയായി, വലതും മതിയായി. ഇവർ രണ്ടുപേരും ഒരു പക്ഷമാണ്. ഈ രണ്ടു പക്ഷവും ഒരുമിച്ച് ചേർന്ന് 70 വർഷം നമ്മുടെ നാടിനെ നശിപ്പിച്ചു. ഈ നാട്ടിലൊരു മാറ്റം ആവശ്യമാണ്. മാറാത്തത് മാറും, ഇനി കേരളം വളരും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA BJP കേരളത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം. അതുപോലെ തന്നെ മാറാത്തത് മാറും, ഇനി കേരളവും വളരും എന്നുള്ള ആ മുദ്രാവാക്യം ഈ കേരളത്തിൽ രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറം എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ആരംഭമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഭരണവും ലഭിച്ചതോടുകൂടി അതാണ് ഈ തിരുവനന്തപുരത്ത് തെളിഞ്ഞിരിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് നേടിയ നേട്ടം കേരളത്തിലാകമാനം നേടാൻ സാധിക്കുകയും ഇടതിനും വലതിനും ഭൂരിപക്ഷമില്ലാത്ത അതേസമയത്ത് BJP NDA നിർണായക ശക്തിയാകുന്ന ഒരു വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ് ഇനി BJPയുടേതാണ്, NDAയുടേതാണ്. ഏത് ശക്തി വന്നാലും വട്ടിയൂർക്കാവിലെ ജനത BJPയെയും NDAയും വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരത്തിന്റെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NDAയും BJPയും നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇന്ത്യയുടെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തുന്ന വികസനങ്ങൾ, അങ്ങനെ ഈ 3 ഘടകങ്ങളും ഒരുമിച്ചു ചേരുന്ന തിരുവനന്തപുരത്തിന്റെ വികസനം ഉറപ്പാക്കണമെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭൂമിയായിട്ടുള്ള വട്ടിയൂർക്കാവിലും NDA ജയിക്കേണ്ടതുണ്ട്. വട്ടിയൂർക്കാവിലെ ജനതയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, NDAയുടെ സ്ഥാനാർത്ഥിയെ വട്ടിയൂർക്കാവിലും വിജയിപ്പിച്ച് തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും വികസനം ഉറപ്പുവരുത്തണമെന്ന്